നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. മദർക്കിൻ ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്ലിനിക്കൽ ടോപ്പിക്കോ അല്ലെങ്കിൽ ഹെൽത്ത് സംബന്ധമായ ടോപ്പിക്കല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മദർക്കിൻ വിമൻസ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ചെറിയൊരു സർവേ നടത്തി. പെരിനാറ്റൽ ഫേസിൽ, അതായത് പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ്മോർട്ടം പീരീഡുള്ള അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യം ഏതാണെന്ന് അറിയാൻ വേണ്ടി നടത്തിയ ചെറിയൊരു സർവേയിൽ മനസ്സിലാക്കിയ കാര്യം, ഹെൽത്ത് സംബന്ധമായ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടല്ല പലരുടെയും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസികമായിട്ട് സമ്മർദ്ദം വരുന്ന വിഷയം. പലർക്കും കരിയർ സംബന്ധമായും ഫിനാൻഷ്യൽ സംബന്ധമായും റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടൊക്കെയാണ് കൂടുതൽ ആളുകളും സ്ട്രെസ് അനുഭവിക്കുന്നതാണ് ആ സർവേയിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഫിനാൻസ് ആൻഡ് കരിയർ. എങ്ങനെയാണ് നമുക്കിത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒറ്റപ്പെട്ട സംഭവമോ അല്ലെങ്കിൽ വളരെ ചുരുക്കം അമ്മമാർക്ക് ഉണ്ടാവുന്ന ഒരു വിഷയമോ അല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വ്യക്തിക്ക്, ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനും കരിയർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനും അല്ലെങ്കിൽ ഇതിനു മുമ്പ് പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങളുടെ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല എങ്കിൽ, ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ പലരും റിസൈൻ ചെയ്യുന്നുണ്ട് ജോലി, അല്ലെങ്കിൽ ജോബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഫിനാൻസ് വരുന്നത് ബ്ലോക്കായിട്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരും കൂടുതലാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ ഫിനാൻഷ്യൽ ഒരു സ്ട്രഗിളൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒരു ഇൻകം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഫിനാൻഷ്യലി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഇതിലൊരു ഫാക്ടറാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്, ഫിനാൻസ് ആൻഡ് കരിയർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഒരു പ്രഗ്നൻസി പീരീഡിൽ അല്ലെങ്കിൽ ഒരു മദർഹുഡിൽ നമുക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നൊന്ന് നോക്കിയാലോ. ഇത് ഒരു ദിവസത്തെ വീഡിയോ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ അപ്ലോഡ് കൊണ്ടോ തീരുന്ന ഒരു ടോപ്പിക്കല്ല. നിരന്തരം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഫേസ് ഓവർകം ചെയ്ത് വന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മിക്ക ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും മദർഹുഡ് അങ്ങനെ എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡ് വല്ലാതൊരു ഡിവൈൻ ഫീലിംഗ് ഒന്നും എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. പലരും ഒരുപാട് സ്ട്രെസ്സുകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതും ഒരു സ്കെയിൽ വെച്ച് നമുക്ക് എല്ലാവരും അളക്കാനും പറ്റില്ല. പലരും പല സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ചിലർക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാവാം, ചിലർക്ക് വീട്ടിൽ മറ്റു പ്രശ്നങ്ങളുണ്ടാക്കാം, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാവാം, പല പല പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും നമുക്ക് പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. ഇപ്പം കരിയർ സംബന്ധമായിട്ട് ഒരു ലേഡിയെ സംബന്ധിച്ച് ഒരു ബേബി പ്രസവിച്ച് അതിനെ വളർത്തി വലുതാക്കി എടുക്കുന്ന ഒരു സമയം, എത്ര വർഷം നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? 10 മാസം നിങ്ങൾക്ക് പ്രഗ്നൻസി പീരീഡ്, 2 വർഷം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, 6 മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങും 2 വയസ്സ് വരെ നമ്മൾ അതിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. അപ്പോൾ മിനിമം നിങ്ങൾക്ക് ഒരു 3 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും അവിടെ വേണം. അതിപ്പോൾ കഴിയുമ്പോൾ നമ്മൾ തീരുന്നില്ല, പിന്നെയും നമ്മൾ കുട്ടികൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം മിനിമം ഒരു 3 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അവിടെ വേണ്ടി വരുന്നതാണ്. അതുപോലെ തന്നെ ഒന്നിലധികം കുട്ടികളാവുന്ന സമയത്ത് അതിലധികം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. ഓരോ കുട്ടിക്കും 3 വർഷം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 കുട്ടികളുള്ളവർക്കാണെങ്കിൽ ഒരു 6 വർഷം മിനിമം ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിലെ പീക്ക് പോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ യൂത്ത്, അതായത് യൗവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കരിയറിൽ ബ്രേക്ക് വരുന്നവർ പിന്നീട് അത് ഡെവലപ്പ് എടുക്കുന്ന സമയത്ത് അവർക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങളത് മാനസിക സമ്മർദ്ദത്തിലാക്കുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾ അംഗീകരിക്കുക. അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, എല്ലാവർക്കും തോന്നാവുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അംഗീകരിക്കുക എന്നുള്ളതാണ്. പലരും എക്സ്പെക്റ്റഡ് അല്ലാതെ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കരിയർ ബ്രേക്ക് എടുക്കേണ്ടി വരിക, നമ്മൾ പഠനം നിർത്തിവെക്കുക, കരിയറിലൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുക, ഫിനാൻസ് ബ്ലോക്കായി പോകുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അക്സെപ്റ്റൻസ് കുറയാറുണ്ട്. അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങളത് അംഗീകരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പ്രഗ്നൻ്റ് ആയി, ആ ഒരു സത്യം നിങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് എത്ര പെട്ടെന്ന് പറ്റിക്കൊള്ളണമെന്നില്ല, എങ്കിലും നിങ്ങൾക്കത് സാധിക്കും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രഗ്നൻസി പീരീഡും മദർഹുഡും ഒക്കെ നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുക. നിങ്ങൾ അതിനെ ബ്യൂട്ടിഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ. ഒരുപാട് പേര് പറയുന്നുണ്ട് കുട്ടികളുണ്ടായി കഴിഞ്ഞ ശേഷം ഒതുങ്ങിപ്പോയി എന്നൊക്കെ, പക്ഷെ അങ്ങനെയല്ല. നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന്
ഇതിനു മുമ്പ് നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും ഉയരത്തിൽ നിങ്ങൾക്ക് പറക്കാനായിട്ട് സാധിക്കും. കാരണം ഇത് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് തരും. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മദർഹുഡ് എന്ന് പറയുന്നത്. അത് നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കുകയും നിങ്ങളെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുകയും ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്ഥിരമായ പരിശ്രമം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറും ഫിനാൻസും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി ആദ്യം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. എന്തിനാണ് ഹെൽത്തിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്? അത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റും നമ്മൾ പറയാറില്ലേ. അതുപോലെ പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ്പാർട്ടം പീരീഡ് ടെൻഷൻ അടിച്ചങ്ങോട്ട് തീർക്കും. അയ്യോ ഞാൻ എന്ത് ചെയ്യും, ഇനി ഇതൊക്കെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ വിചാരിച്ച് തീർക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളുടെ ഹെൽത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഉണ്ടാവുക. ചിലർക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, ഛർദി ഉണ്ടാവും, തലകറക്കമൊക്കെ ഉണ്ടാവും. ചിലർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, സിംറ്റംസ് ഒന്നുമില്ലാതെ സുഖമായിട്ട് പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞു പോകും. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്ന ഒരു കാലം കൂടിയാണ്. കാരണം ഒരു 10 മാസത്തെ ടൈമിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ സമയം ഉണ്ടാവും. അതേസമയം നിങ്ങൾ മെൻ്റൽ ഹെൽത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് ടെൻഷനൊക്കെ ഉള്ളവരും അല്ലാത്തവരും മെഡിറ്റേഷൻ, യോഗ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ബാക്കിയെല്ലാം അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എഫിഷ്യൻ്റായിട്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതൊരു കാര്യം. കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക, മെഡിസിൻസ് കഴിക്കുക, ഹെൽത്ത് നന്നായിട്ട് സൂക്ഷിക്കുക. ഇതൊരു ബേസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ചുമരുണ്ടെങ്കിൽ ഇത്ര വയ്ക്കാൻ പറ്റും, പറഞ്ഞതല്ലോ. അതുപോലെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രഗ്നൻസി പീരീഡ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ആ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. എന്തിനാണ് സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറയുന്നത് അറിയോ? സ്ഥിരമായ 6 മാസത്തെ പരിശ്രമം നിങ്ങൾ 5 വർഷം മുന്നിലേക്ക് എത്തിക്കുന്നൊരു പ്രശസ്തമായൊരു കോട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അവിടെ 10 മാസം അല്ലെങ്കിൽ 9 മാസം കിട്ടുന്നുണ്ട്. ഡെയിലി നിങ്ങൾ കുറച്ച് സമയം നിങ്ങളുടെ ഡെവലപ്മെൻറ്റിനായിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഭാവിയിലേക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. പലരും പ്രഗ്നൻസി പീരീഡിൽ ചെയ്യുന്നത് വലിയ തെറ്റാണ്. വെറുതെ ഇരിക്കുക, ഹാപ്പി ആയിരിക്കണം എന്ന് കരുതിയിട്ട് വെറുതെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് റീൽസ് കണ്ടുകൊണ്ടേയിരിക്കുക. ടൈം വേസ്റ്റ് ചെയ്യുക എന്നുള്ളത് വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഏറ്റവും വിലപ്പെട്ട സമയമാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പോസ്റ്റ്പാർട്ടം പീരീഡിൽ നിങ്ങൾക്ക് കിട്ടാത്തൊരു സാധനമായിരിക്കും ഈ സമയം. കാരണം ബേബിയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടുന്ന സമയമാണ്. അപ്പം നിങ്ങൾ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഒന്ന്, നിങ്ങൾ കരിയർ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പുതിയ കോഴ്സുകൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. പലരും വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ജോബ് റിസൈൻ ചെയ്ത് ഇരിക്കുന്നവരുണ്ട് പ്രഗ്നൻസി പീരീഡിൽ. അവരുടെ സാഹചര്യം അതായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പോസ്റ്റ്പാർട്ടം പീരീഡൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ജോബിൽ റീജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായെന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാം. പല കോഴ്സുകൾ എടുത്ത് ചെയ്യാൻ പറ്റും, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയം കൂടിയാണത്. ഓൺലൈൻ കോഴ്സുകളൊക്കെ ധാരാളമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആ ടൈം വേസ്റ്റ് ചെയ്തൊരു ഫീലിംഗ് ഉണ്ടാവില്ല. ഇനി ഭാവിയിൽ നിങ്ങൾ ജോബിലൊക്കെ റീജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് വലിയൊരു പ്രയോജനം ചെയ്യുന്ന കാര്യം കൂടിയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. നിങ്ങളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. കോഴ്സുകൾ പോയി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങൾക്ക് സമയം കണ്ടെത്താം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ഫാമിലിയുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു കരിയറാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വീട് വിട്ട് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തൊരു കരിയറാണ് നിങ്ങളുടേതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഒരു പക്ഷേ അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യാനുള്ള സാഹചര്യം അവരെല്ലാം അനുവദിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് കരിയറിൽ ഒരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് മാറ്റം ഞാൻ വരുത്തണം, അല്ലെങ്കിൽ എനിക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിരിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് പുതിയ രീതിയിൽ ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ള സമയം നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വൈസ്ലി യൂട്ടിലൈസ് യുവർ ടൈം എന്നതാണ്
ഫസ്റ്റ് പോയിന്റ്, അതായത് നിങ്ങൾക്ക് കരിയറിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പ്രഗ്നൻസിയെക്കുറിച്ച്, ആ സമയത്തെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ പിന്നെ റിഗ്രറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. എപ്പോഴും സമയം യൂട്ടിലൈസ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനുള്ള അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പഠിക്കാം. ഒക്കെ നമുക്കുള്ള ഓപ്ഷൻസ് ആണ്. കാരണം ഇന്ന് നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാനും അറിയാനും പറ്റും. വെറുതെ നമ്മൾ റീലോ സിനിമയോ പാട്ടോ കേട്ടിരിക്കുന്നതിന് പകരം, പാട്ട് കേൾക്കണമെന്നല്ല, കേൾക്കാം, പക്ഷേ നമുക്ക് വേണ്ടിയിട്ടും കൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫോളോ യുവർ പാഷൻ എന്ന് പറയില്ലേ, നിങ്ങൾ പാഷൻ ഫോളോ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ സമയം കൂടിയാണ്. പലരും ചിത്രം വരയ്ക്കുന്നുണ്ടാവും, ലൈഫിൻ്റെ ആ തിരക്കിലൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. കുറച്ച് സമയം നിങ്ങൾ അതിന് വേണ്ടി മാറ്റി വെച്ച് നോക്കുക. നിങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. നിങ്ങൾ ചിത്രം വരയ്ക്കുമോ അല്ലെങ്കിൽ കഥ എഴുതുമോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഹോബിയെ ഒന്ന് പരിപോഷിപ്പിക്കാൻ ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ദിവസം നിങ്ങൾക്ക് ഒരു ബ്ലസ്ഡ് ഫീലിംഗ് ആയിരിക്കും. കാരണം നിങ്ങൾ അത്ര ഹാപ്പി ആയിരിക്കും, ഒരു സാറ്റിസ്ഫൈഡ് ഫീലിംഗ് ആയിരിക്കും. നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺ സെക്രീറ്റ് ചെയ്യുകയും അത് നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഹോബീസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സമയം കണ്ടെത്താം. ഈ കാര്യങ്ങളൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി പോസ്റ്റ്മോർട്ടം പീരീഡിൽ നമുക്ക് വേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞത് പ്രഗ്നൻസി പീരീഡ് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ചെറിയ ഒരു വളരെ സംക്ഷിപ്തമായിട്ടുള്ള രൂപമാണ്. എല്ലാവർക്കും ഒരേ ഐഡിയാസ് ആയിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ വേറെ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമ്മൾ തുടരെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കും മദർ ക്വീൻ വിമൺസ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അമ്മമാരുടെ, അതായത് പ്രഗ്നൻസി പീരീഡിലും പോസ്റ്റ്മോർട്ടം പീരീഡിലുള്ള അമ്മമാരുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ് മദർ ക്വീൻ വിമൺസ് കമ്മ്യൂണിറ്റി. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.